ലോകം ഇരുട്ടിലായി എന്ന് മനുഷ്യൻ കരുതിയ ഒരു നിമിഷം. 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു വെള്ളിയാഴ്ച കുരിശിൻ്റെ നിഴലിൽ മനുഷ്യൻ്റെ പ്രത്യാശകൾ നിശബ്ദമായി കരഞ്ഞു. കല്ലറ അടച്ചു വച്ചപ്പോൾ പ്രതീക്ഷയും അസ്തമിച്ചു എന്നവർ കരുതി. എന്നാൽ സ്നേഹത്തെ കല്ലറയിൽ പൂട്ടാൻ അവർക്ക് കഴിഞ്ഞില്ല. ഭയം തോറ്റതും പ്രത്യാശയും സ്നേഹവും ഉയർത്തെഴുന്നേറ്റതും കണ്ണുനീർ ആനന്ദമായി മാറിയതും ഒരു സ്ത്രീയുടെ ശബ്ദത്തിലൂടെ ലോകം ആദ്യമായി കേട്ടു. ആ പുലരിയുടെ കഥയാണ് ഇന്ന് ഈ വേദിയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. സ്ത്രീകളുടെ കണ്ണുനീർ സാക്ഷിയായ, സ്നേഹത്തിൻ്റെ ജയഘോഷമായ പ്രത്യാശയുടെ പൊൻപുലരി ദയവായി നിശബ്ദതയോടെ അനുഭവിക്കുക. പ്രത്യാശയുടെ പൊൻപുലരി. നോക്കൂ, ഈ സ്ഥലം എത്ര നിശബ്ദമാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം വരെ ഇവിടെ ആക്രോശങ്ങളും നിലവിളികളുമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഭയാനകമായ നിശബ്ദത മാത്രം. ഈ നിശബ്ദത ഒരു കല്ല് പോലെ എൻ്റെ ഹൃദയത്തിൽ ഭാരമായി കിടക്കുന്നു. ആ നീതിമാൻ്റെ തിരുശരീരം അവിടെ ആ കല്ലറയിൽ. ആ കല്ല് കണ്ടോ? റോമൻ മുദ്രയുള്ള വലിയൊരു കല്ല്. ഒരു മനുഷ്യന്റെ ഓർമ്മകളെ പോലും എന്നേക്കുമായി കുഴിച്ചു മൂടാൻ അവർക്ക് എന്തൊരു ധൃതിയായിരുന്നു. അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? അന്ധന്മാർക്ക് കാഴ്ച നൽകിയതോ, അതോ വിശക്കുന്നവൻ അപ്പം നൽകിയതോ? അവൻ ജീവിച്ചിരുന്നെങ്കിൽ ഇന്നും തെരുവുകളിൽ സ്നേഹം നിറഞ്ഞൊഴുകുമായിരുന്നു. ഇങ്ങനെ സംസാരിക്കരുത്. നീ ഭരണകൂടത്തിന് എതിരായിട്ടാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ സ്വന്തം പുരോഹിതന്മാരും ശിഷ്യന്മാരിൽ ഒരാളുമല്ലേ അദ്ദേഹത്തെ ഒറ്റുകൊടുത്തത്? അവൻ അത്ര വലിയ കുറ്റം എന്താണ് ചെയ്തത്? എന്തിനാണ് അവർ എല്ലാവരും കൂടി യേശുവിനെ ക്രൂശിച്ചത്? അദ്ദേഹം ചെയ്ത ഏതെങ്കിലും തെറ്റുകൊണ്ടല്ല. യഹൂദന്മാരുടെ രാജാവ് എന്ന് സ്വയം അവകാശപ്പെട്ടു എന്നതായിരുന്നു യേശുവിൽ ആരോപിക്കപ്പെട്ട കുറ്റം. ഇവൻ ദൈവത്തെ ദുഷിച്ചു പറഞ്ഞു എന്നവർ നിലവിളിച്ചു. പക്ഷേ സത്യം പറഞ്ഞാൽ അവൻ്റെ വചനങ്ങൾ കേൾക്കാൻ ആളുകൾ തിങ്ങിക്കൂടിയപ്പോൾ അവരുടെ സിംഹാസനങ്ങൾ ഇളകുന്നതായി അവർക്ക് തോന്നി. പഴയ നിയമപ്രവചനമനുസരിച്ച് യഹൂദന്മാർ രാജാവായ ഒരു മിശിഹായെ കാത്തിരുന്നവരാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ അധികാരത്തിൽ നിന്ന് അവരെ രക്ഷിച്ച് ഭൂമിയിൽ ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രാജ്യം സ്ഥാപിക്കുന്ന ഒരാളെ. പക്ഷേ യേശു വാളെടുത്തില്ല, സിംഹാസനം തേടിയില്ല. അവൻ സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതെ, എല്ലാവരും പരസ്പരം സ്നേഹിപ്പീനെന്ന് പഠിപ്പിച്ച യേശുവിൽ ഒരു ഗുരുവിനെ കാണാൻ യഹൂദ മതപ്രമാണികൾക്ക് കഴിഞ്ഞില്ല. അതുകൂടാതെ അവരുടെ കാപട്യവും കപടഭക്തിയും അവൻ തുറന്നു കാട്ടി. പക്ഷേ യേശു കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി പാപികളെ അകറ്റിയില്ല. അവൻ സ്നേഹത്തെ രാജ്യമാക്കി. യേശുവിൻ്റെ വചനങ്ങളിലും രോഗശുശ്രൂഷകളിലും ആകൃഷ്ടരായ വലിയൊരു ജനക്കൂട്ടം യേശുവിൽ വാഗ്ദത്ത മെശിഹായെ ദർശിച്ചു. ഇതായിരുന്നു യഹൂദ മതമേധാവികളുടെ ഭയവും. അതുകൊണ്ടാണ് യേശുവിനെ കൊന്നുകളയാൻ അവർ തീരുമാനിച്ചത്. ആ ഗാഗുൽഥാ മലയിൽ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടപ്പോൾ പോലും അവൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടോ? പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ലല്ലോ.
ഇവരോട് ക്ഷമിക്കണമേ. മരിക്കുന്ന നിമിഷത്തിലും അവൻ സ്നേഹിച്ചു. ആ കാൽവരിയിൽ അവൻ ചൊരിഞ്ഞ തിരുരക്തം പാപികളായ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞിരിക്കുകയാണ്. വരൂ, നമുക്ക് പോകാം. ഈ നിശബ്ദത എന്നെ പേടിപ്പിക്കുന്നു. കാവൽക്കാർ വരാൻ സമയമാകുന്നു. അവനെ ലോകം മറക്കുമോ? അതോ ഈ കല്ലറ പുതിയൊരു ചരിത്രം കുറിക്കുമോ എന്ന് കാലം പറയട്ടെ. ഇവിടം എത്ര ശൂന്യമാണ്. എങ്കിലും എൻ്റെ ഹൃദയം ഒരുപാട് ശബ്ദം കേൾക്കുന്നുണ്ട്. ഗുരുവിൻ്റെ ഓരോ വാക്കും ഈ കാറ്റിൽ പോലും ഇന്നും മുഴങ്ങുന്നത് പോലെ. അവിടുന്ന് മരിച്ചതായി എൻ്റെ മനസ്സ് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അവിടുത്തെ ശരീരം ഒന്ന് കഴുകുവാൻ പോലും അവർ സമ്മതിച്ചില്ല. രക്തം കട്ട പിടിച്ച അങ്ങയുടെ കാലുകൾ എൻ്റെ കണ്ണുനീർ കൊണ്ട് കഴുകുവാൻ അനുവദിക്കണമേ. മറിയമേ, നീ നിന്നെ തന്നെ തളർത്തരുത്. അവിടുന്ന് നമ്മോട് പറഞ്ഞിരുന്നില്ലേ, മനുഷ്യപുത്രൻ ഏൽപ്പിക്കപ്പെടും, അവൻ മരിക്കപ്പെടും, പക്ഷെ 3-ാം നാളിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. നമ്മളത് വിശ്വസിച്ചില്ല. എനിക്കറിയില്ല സലോമി. സ്നേഹിക്കാൻ മാത്രമാണ് എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചത്. അവിടുന്ന് പഠിപ്പിച്ചത് പ്രാർത്ഥന മാത്രമായിരുന്നില്ല, ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായി മാറ്റാനായിരുന്നു. അവിടുന്ന് എൻ്റെ പേര് വിളിച്ച ദിവസം എൻ്റെ ഉള്ളിലെ എല്ലാ ഇരുട്ടും ഒഴിഞ്ഞുപോയി. എൻ്റെ പേരിന് പിന്നിൽ പാപത്തിൻ്റെ നിഴൽ മാത്രമായിരുന്നു. എന്നാൽ എൻ്റെ ഹൃദയം അറിഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എവിടെ? ഈ കല്ലറയ്ക്കുള്ളിലായിരുന്നല്ലോ അദ്ദേഹത്തെ ക്രൂശിച്ച ശേഷം അടക്കിയത്. ആ ശരീരത്തിൽ പുതപ്പിച്ചിരുന്ന ശീലകൾ ദേ ഇവിടെ കിടക്കുന്നു. ഗുരുവേ, അങ്ങ് എവിടെയാണ്? എല്ലാം അവസാനിച്ചതുപോലെ തോന്നുന്നല്ലോ. എൻ്റെ ഗുരുവിൻ്റെ തിരുശരീരം ആരാണ് കൊണ്ടുപോയത്? ഗുരുവേ, അങ്ങ് എവിടെയാണ്? അങ്ങ് എവിടെയാണ്? അവിടുന്ന് നമ്മളോട് പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടോ? ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. അവിടുന്ന് നമ്മളെ ഒറ്റയ്ക്കാക്കി പോകില്ല. സ്ത്രീകളായ നമ്മളെ അവിടുന്ന് അവഗണിച്ചിട്ടില്ല. വരൂ ശലോമി, നമുക്കിവിടെയൊക്കെ നോക്കാം. മറിയമേ, നിനക്ക് സമാധാനം. നിന്റെ കണ്ണുനീർ എൻ്റെ ഹൃദയത്തിൽ ഉണ്ട്. റബൂനി, ഗുരുവേ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നെ പാപിയായി പ്രഖ്യാപിച്ച് എല്ലാവരും കല്ലെറിയാൻ വന്നപ്പോൾ അങ്ങ് മാത്രമാണ് എന്നെ സ്നേഹിച്ചതും സാന്ത്വനിപ്പിച്ചതും. മറിയം, പാപം വിട്ടവളാണ് നീ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. എന്നെ ക്രൂശിച്ചപ്പോൾ എൻ്റെ ശിഷ്യന്മാർ പലരും ഓടിപ്പോയി. പക്ഷേ നീ കുരിശിന് കീഴിൽ വിലപിച്ചുകൊണ്ട് നിന്നു. ഗുരുവേ, അങ്ങ് ഉയർത്തെഴുന്നേറ്റോ? അങ്ങ് ശരിക്കും ദൈവപുത്രൻ തന്നെ അല്ലേ? മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അങ്ങ് പറഞ്ഞിരുന്നു. ഞങ്ങൾ വിശ്വസിച്ചില്ല. ക്ഷമിക്കണം ഗുരുവേ, ഭയന്ന് ഞാൻ നിന്നെ നിഷേധിച്ചു. പാപിയായ ഞാൻ അങ്ങയെ 3 വട്ടം തള്ളിപ്പറഞ്ഞവനാണ്. എന്നോട് ക്ഷമിക്കണമേ.
പത്രോസേ, അത് തിരുവെഴുത്ത് നിവൃത്തിയാകുവാൻ വേണ്ടിയുള്ളതായിരുന്നു. ഭയം മനുഷ്യനുള്ളതാണ്, സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. മറിയമേ, നീ എങ്ങനെ ഇവിടെ എത്തി? ഉയർത്തെഴുന്നേൽപ്പ് ആദ്യം കണ്ടത് നീയാണല്ലോ. അതെ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആദ്യ സാക്ഷി. മറിയം, ഒരു സ്ത്രീയായ നിനക്കാണ് ആ ഭാഗ്യം കിട്ടിയത്. നീ വാഴ്ത്തപ്പെടേണ്ടവളാണ്. ലോകാവസാനം വരെ എൻ്റെ ഗുരുവിനൊപ്പം നിന്റെ നാമവും സ്മരിക്കപ്പെടും. അതേ യോഹന്നാൻ, അവൾ തന്നെയാണ് മറിയം. സ്നേഹം ഒരിക്കലും പാഴാകില്ല. എൻ്റെ ശിഷ്യന്മാരോട് പോയി പറയൂ, അവരൊക്കെ എവിടെയാണ്? ഗുരുവേ, അവർ ഇവിടെയൊക്കെ തന്നെയുണ്ട്. മതമേധാവികളെ ഭയന്ന് അവർ ഒളിച്ചും പതുങ്ങിയും ജീവിക്കുന്നു. എനിക്ക് അവരെ എല്ലാം കാണണം. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇരുട്ട് ഇനി അവസാനിച്ചു. പ്രതീക്ഷ ജീവിക്കുന്നു. അങ്ങ് പോവുകയാണോ? ഇല്ല, ഞാൻ നിങ്ങൾ ആരെയും വിട്ടുപോകില്ല. നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. പ്രതീക്ഷകൾ കൈവിടരുത്. സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പൂർണ്ണതയിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ തന്നെ ഉണ്ട്. അസ്വസ്ഥതകളും പീഡനങ്ങളും നിങ്ങളെ വലയ്ക്കുമ്പോൾ ആത്മാവിൽ ദൈവവുമായി ഒന്നാകുക. ഈ ഭൂമിക്ക് നൽകാനാകാത്ത ആനന്ദം അവൻ നിങ്ങൾക്ക് നൽകും. മറിയമേ, ഇതൊരു സ്വപ്നമാണോ? അല്ല, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അവിടുന്ന് ജീവിക്കുന്നു. അവിടുത്തെ വാക്കുകൾ സത്യമാണെന്ന് ഇപ്പോൾ മനസ്സിലായി. ഈ വാർത്ത നമ്മൾ ഒളിപ്പിക്കരുത്, ലോകത്തോട് പറയണം. അതെ, ഞാൻ പറയും. സ്ത്രീ ആയതുകൊണ്ട് എൻ്റെ ശബ്ദം ചെറുതല്ല. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആദ്യ സാക്ഷിയായ ഈ ശബ്ദം ലോകം കേൾക്കും. ഇന്നു മുതൽ നമ്മൾ ഭയത്തിൻ്റെ അടിമകളല്ല. ഇന്നു മുതൽ നമ്മൾ പ്രത്യാശയുടെ കിരണങ്ങൾ. മരണം തോറ്റുപോയിരിക്കുന്നു. സ്നേഹം വിജയിച്ചിരിക്കുന്നു. ഇരുട്ടിൻ്റെയും വെറുപ്പിൻ്റെയും ശക്തികൾക്ക് നമ്മളെ ഇനി ഭയപ്പെടുത്താനാവില്ല. പ്രത്യാശയുടെ ഈ പുലരി ഒരിക്കലും അവസാനിക്കില്ല. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും. വഴിയാത്രക്കാർ: സർവശ്രീ തോമസ് കുട്ടി, ഗോപി കൃഷ്ണൻ, അനിൽകുമാർ, സലോമി, ഷിജി നായർ, മറിയം, ജയ, മഗ്ദലീന മറിയം, ബിന്ധ്യ കുറുപ്പ്, യോഹന്നാൻ, ശ്രീ ലക്ഷ്മണൻ,
പത്രോസ്, ശ്രീ ബാലചന്ദ്രൻ, യേശുദേവൻ, ദേവി പ്രസാദ്, സൗണ്ട് റെക്കോർഡിംഗ് ബി ജോയ് ചന്ദ്രൻ, BJM മീഡിയ ട്രാക്സ്, തൈക്കാട്, സഹസംവിധാനം സബിത റാണി, രചനയും ആവിഷ്കാരവും രാജൻ കൊല്ലയും.